വിഷയത്തിലേക്ക്. ശ്രീ കെ ഗോപൻ, എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം? വികസനവും ക്ഷേമവും ഒക്കെ പറഞ്ഞു തുടങ്ങി ഏറ്റവും ഒടുവിൽ രണ്ട് മുഖ്യമന്ത്രിമാർ ഓ മോനെ വിജയ എന്നും ഡാഷ് മോനെ എന്നൊക്കെ വിളിക്കുന്നത് കണ്ടാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം സമാപിച്ചത് ഇന്നലെ. അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഈ വാക്പോരുകൾക്കപ്പുറത്ത് ഏതൊക്കെ കാര്യങ്ങളിൽ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുമ്പോൾ മെറിറ്റ് പരിശോധിക്കേണ്ടതായി തോന്നുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ആ നിലയ്ക്ക് നിങ്ങൾ മൂന്ന് മുന്നണികളും കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടെ ചോയ്സ് കൃത്യമായി നിർണ്ണയിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വിഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന ആത്മവിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും ശ്രീ അഭിലാഷ്, ഈ ഒരു ചർച്ച ഇന്ന് ഇങ്ങനെയായിരുന്നു നടക്കേണ്ടിയിരുന്നത്. അതിന് പകരം നമ്മൾ ഒരുപാട് വിവാദത്തിലേക്ക് പോയി. 57 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി, 4 പാർട്ടികൾ മാറിയ ഒരാൾ, തുടങ്ങിയത് ABVP-യിൽ നിന്ന്, RSSൽ നിന്ന്, എത്താൻ പോകുന്നതും അവിടേക്ക് തന്നെയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക ഇവിടെ പ്രസിദ്ധീകരിച്ച ആൾ പഞ്ചാബ് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഇപ്പോൾ BJP-യിലാണ്. ഇപ്പോൾ ഇവിടെ വന്ന പ്രകടന പത്രിക പ്രസിദ്ധീകരിച്ചയാൾ BJP-യിലാണ് തുടങ്ങിയത്, RSSലാണ് തുടങ്ങിയത്, ABVP-യുടെ സംസ്ഥാന പ്രസിഡന്റ്. പല പാർട്ടികൾ മാറി, 4 പാർട്ടികൾ മാറി, അവസാനം അദ്ദേഹം കോൺഗ്രസ്സിലെത്തി, പെട്ടെന്ന് അതിൻ്റെ മുഖ്യമന്ത്രിയായി. യാതൊരു പക്വതയില്ലാത്ത, സാധാരണഗതിയിൽ കുട്ടികൾ തമാശ പറയുമ്പോൾ പറയുന്നത് പോലെ കേരളത്തിൽ വന്നു നിന്നുകൊണ്ട് 80 വയസ്സ് കഴിഞ്ഞ ഒരു മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി നീയെന്നും ഓടാ എന്നും ഒക്കെ വിളിച്ചിട്ട് ആ വിളിയൊക്കെ ഒരു പ്രസംഗ ഭാഷയിലാണെന്നോ അല്ലെങ്കിൽ ഒരു സിനിമാ ഡയലോഗ് കടമെടുത്തതാണെന്നോ ഒക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കാം. അതിൻ്റെ അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാഡിൽ എഴുതുകയാണ്, ലെറ്റർ പാഡിൽ ബോധപൂർവ്വം എഴുതുകയാണ്, നീ പോടാ മോനെ ദിനേശ. ആരോടാണ്? 80 വയസ്സ് കഴിഞ്ഞ മുഖ്യമന്ത്രിയോട്. യഥാർത്ഥത്തിൽ കേരളത്തിൽ കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ച് മുഴുവൻ ആളുകളും ചെറുക്കേണ്ടുന്ന ഒരു ഡയലോഗാണ് ഇന്നലെ അദ്ദേഹം നടത്തിയത്. അത് കേരളത്തിൽ ഇന്നലെ ഒരുപാട് ചർച്ച ചെയ്തതുകൊണ്ട് ഞാൻ അതിൻ്റെ വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ അതിൽ അവസാനം പറഞ്ഞ ഡയലോഗ് കേരളം ചെവിക്ക് നുള്ളിക്കോ എന്നുള്ളതാണ് എനിക്ക് രേവന്ത് റെഡ്ഡിയോടും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരോടും പറയാനുള്ളത്. കാരണം മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി നിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിന്നെ കൊല്ലാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് അതിൻ്റെ മറ്റൊരു മലയാളം. ഒരു മുഖ്യമന്ത്രിയോട് മറ്റൊരു മുഖ്യമന്ത്രി പറയുകയാണ് നിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എത്രമാത്രം അക്രമ സ്വഭാവത്തോടെ, ബാലിശ സ്വഭാവത്തോടെ, അധമ സ്വഭാവത്തോടെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം നിർണ്ണയിക്കാൻ വന്നിരിക്കുകയാണ്. ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായിരുന്നുകൊണ്ട് അതിന് മറുപടി ആ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതൃത്വം നിരയപ്പെട്ട വളരെ പ്രസിദ്ധയായ രാഷ്ട്രീയ നേതാവായിട്ടുള്ള കോൺഗ്രസിനാൽ അപമാനിക്കപ്പെട്ട് ജയിലിലേക്ക് പോയ, അപമാനിക്കപ്പെട്ടെന്നുള്ളത് അവർക്കെതിരായിട്ട് പരാതിയും കുറ്റപത്രവും ഒക്കെ സമർപ്പിച്ച് അവരെ തെറ്റായ കേസ് കൊടുത്ത് ജയിലിലേക്ക്, ആ വാക്കേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. കോൺഗ്രസിനാൽ അപമാനിക്കപ്പെട്ട് ജയിലിലേക്ക് പോയ ശ്രീമതി കവിത അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തെലങ്കാനയെ പറ്റിച്ചിട്ടാണ് ഇദ്ദേഹം അധികാരത്തിൽ വന്നത്. ഈ 2 വർഷമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ ചെയ്തിട്ടില്ല എന്ന അവരുടെ മറുപടി ഇന്നലെ കേരളം കേട്ട കാര്യമാണ്. അപ്പോൾ സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 1996-ൽ LDF ആണ് കേരളത്തിൽ അധികാരത്തിൽ വന്നത്. 10 വർഷം കഴിഞ്ഞ് 2006-ൽ LDF ആണ് കേരളത്തിൽ അധികാരത്തിൽ വന്നത്. അതുപോലെ തന്നെ വീണ്ടും 10 വർഷം കഴിഞ്ഞ് 2016-ൽ കേരളത്തിൽ അധികാരത്തിൽ വന്നത് ഇടതുപക്ഷമാണ്. വീണ്ടും 10 വർഷം കഴിഞ്ഞ് 2026-ൽ കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരാൻ പോവുകയാണ്. ഞങ്ങൾ 2016-ൽ വെച്ച മുദ്രാവാക്യം LDF വരും, എല്ലാം ശരിയാകുമെന്നാണ്. 2021-ലെ മുദ്രാവാക്യം ഉറപ്പാണ് LDF എന്നുള്ളതാണ്. 2026-ലെ മുദ്രാവാക്യം മറ്റാരുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേരളത്തിൽ LDF അല്ലാതെ എന്നുള്ളതാണ്. അതായത് ഒരു പ്രകടന പത്രിക അവതരിപ്പിക്കുമ്പോൾ അത് ഒരു പ്രവർത്തന പദ്ധതിയായിട്ട് മാറുകയാണ്. പ്രകടന പത്രികയെക്കുറിച്ച് ശ്രീധരൻപിള്ള സാർ പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്, ഇതാരെങ്കിലും പരിഗണിക്കുമോ? ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്, അതിൻ്റെ പുറകെ എന്തിനാണ് നിങ്ങൾ പിന്നെ പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രകടന പത്രിക ഗരീബി ഹടാവും ശ്രീ അഭിലാഷ് മോഹൻ്റെയൊക്കെ പത്രപ്രവർത്തന ജീവിതത്തിൽ പഠിച്ചൊരു കാര്യമായിരിക്കും. 1971-ൽ ബംഗ്ലാദേശ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി ഉയർത്തിയ മുദ്രാവാക്യമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഗരീബി ഹടാവും. എന്തെല്ലാം മുദ്രാവാക്യങ്ങൾ നമ്മുടെ ലോകം കേട്ടു. പക്ഷേ ആ ദാരിദ്ര്യ നിർമ്മാർജ്ജനം 50 കൊല്ലം കഴിഞ്ഞ് കേരളത്തിൽ ഒരു സംസ്ഥാനത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞു. മുഖ്യമന്ത്രിയോട് 20 അഭിമുഖങ്ങളിലൂടെ ചോദിച്ച ചോദ്യത്തിലെ ഏറ്റവും എസൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും വലിയ നേട്ടം എന്താണെന്നാണ്. ആ നേട്ടം കേരളത്തിലെ വൻകിട വികസന പദ്ധതികളോ കേരളത്തിലെ മറ്റു കാര്യങ്ങളോ പറയുന്നതിനപ്പുറം അതൊക്കെ രണ്ടാമത് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഏറ്റവും വലിയ നേട്ടമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയാവുന്നത് ഈ എക്സ്ട്രീം പോവർട്ടി ഇല്ലാതാക്കി, അതിദാരിദ്ര്യം ഇല്ലാതാക്കി എന്നുള്ളതാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൽ പടിപ്പുര വാതുക്കൽ സായം സന്ധ്യയിൽ അടയ്ക്കുമ്പോൾ
ആ പടിപ്പുരയിൽ താമസിക്കുന്ന ഒരു കാരണവരോ കാരണനോത്തിയോ വന്നു നിന്നുകൊണ്ട് അത്താഴ പട്ടിണിക്കാരുണ്ടോ എന്ന് ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് സമാനമായി 2025 നവംബർ മാസം 1-ാം തീയതി കേരള മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണ് കേരളത്തിൽ അത്താഴ പട്ടിണിക്കാരില്ല. ഈ അതിദരിദ്രരില്ലാത്ത ഒരു സ്റ്റേറ്റിനെ കേവല ദാരിദ്ര്യമില്ലാത്ത ഒരു സ്റ്റേറ്റായി വികസിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത 5 വർഷക്കാലത്തെ ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം. ഈ 10 വർഷത്തിനുള്ളിൽ നടന്ന കാര്യങ്ങൾ അക്കമിട്ട് എണ്ണി ഞങ്ങൾ ഇന്ന രൂപത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് അഭിമാന പുരസ്സരം പറഞ്ഞിട്ട് അതിൻ്റെ പേരിലായിരിക്കണം ചർച്ച എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതാണ് 10 വർഷത്തിനിടയിൽ അഴിമതി ആരോപണം നേരിട്ടില്ലാത്ത ഒരു ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്ത് വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചൂണ്ടിക്കാൻ കഴിയുമോ? 10 വർഷം കൊണ്ട് വർഗീയതകളില്ലാത്ത ഒരു സ്റ്റേറ്റ് ഇന്ത്യ രാജ്യത്ത് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെ മുൻനിർത്തി വേണം നാളെ കേരളത്തിലെ ജനസമൂഹം വിധി എഴുതാൻ. അല്ലാതെ സാരിയും കിറ്റിന്റെയും പുറകെ പോകുന്നവരല്ല കേരളീയർ എന്നുള്ളത്. ഈ അമ്മച്ചി 5000 മേടിച്ചെന്നൊക്കെ പറയുന്നില്ലേ? ഈ അമ്മച്ചിക്ക് തുടർച്ചയായിട്ട് 4000 പെൻഷൻ കൊടുക്കുന്ന, അല്ലെ 2000 പെൻഷൻ കൊടുക്കുന്നവർ വോട്ട് ചെയ്യുമോ? ഇപ്പൊ കൊണ്ടുവന്ന് കൊടുത്ത ശോഭാ സുരേന്ദ്രൻ 5000 വാങ്ങിച്ചുകൊണ്ട് വോട്ട് ചെയ്യുമോ അമ്മച്ചി? അത്തരം അമ്മച്ചിമാരെ ഒന്നും വിലയ്ക്ക് അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ BJP മറ്റുള്ളവരും പരിശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് അങ്ങ് ചോദിച്ചതുപോലെ ഈ ഇഷ്യൂവിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ വോട്ട് ചെയ്യണം. സാധാരണക്കാരെ കൊള്ളയടിക്കുന്നൊക്കെ ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞു. സാധാരണക്കാർ മരിച്ചു കിടക്കുന്ന മനുഷ്യ ശരീരത്തിൽ നിന്നും കൊള്ളയടിച്ചിട്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ലോകത്തിലെ ഏക പ്രതിപക്ഷമായിട്ട് കേരളത്തിലെ പ്രതിപക്ഷം മാറിയതിലും നമുക്ക് ദുഃഖമുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്.